നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. പഴഞ്ഞി കൂട്ട ആത്മഹത്യാ ശ്രമം. അച്ഛനും മകളും മരിച്ചു. അമ്മയും മകനും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ. അരുവായി പത്തങ്ങാടി റോഡ് മടിക്കനാക്കൽ സിബി, മകൾ അലീന എന്നിവരാണ് മരിച്ചത്. സിബിയുടെ ഭാര്യ ബീന, മകൻ ആദിത്യൻ എന്നിവർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ. വരവൂർത്തളി പിലാക്കാട് കുളത്തിൽ വീണ് പെൺകുട്ടി മരിച്ചു. 2 പേരെ രക്ഷപ്പെടുത്തി. ദേശമംഗലം വറവട്ടൂർ വരമംഗലത്തെ വീട്ടിൽ നാസർ മകൾ 19 വയസ്സുള്ള ഹസ്നയാണ് മരിച്ചത്. ചാവക്കാട് ബ്ലാങ്ങാട് കവർച്ച. 5.5 പവൻ ആഭരണങ്ങളും പണവും കവർന്നു. ബ്ലാങ്ങാട് ജുമാത്ത് പള്ളിക്കടുത്ത് പള്ളത്ത് മനക്കൽ അബ്ദുൽ കരീമിന്റെ വീട് കുത്തി തുറന്നാണ് കവർച്ച നടത്തിയത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. പഴഞ്ഞി അരുവായിൽ കൂട്ട ആത്മഹത്യാ ശ്രമം. അച്ഛനും മകളും മരിച്ചു. അമ്മയും മകനും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്ന് രാവിലെയാണ് നാടിനെ നടുക്കിയ ദുരന്തം പുറം ലോകം അറിയുന്നത്. അരുവായി പത്തങ്ങാടി റോഡ് മടിക്കനായിക്കൽ 51 വയസ്സുള്ള സിബി, മകൾ 19 വയസ്സുള്ള അലീന എന്നിവരാണ് മരിച്ചത്. സിബിയുടെ ഭാര്യയും 41 വയസ്സുള്ള ബീന, മകൻ 22 വയസ്സുള്ള ആദിത്യൻ എന്നിവർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സിബി ഖത്തറിൽ നിന്ന് കഴിഞ്ഞ ദിവസം രാവിലെയാണ് എത്തിയത്. ഡിസൈനറായിരുന്ന സിബിയുടെ ജോലി നഷ്ടപ്പെട്ടതും ഇത് സംബന്ധിച്ച മനോവിഷമവും സാമ്പത്തിക ബാധ്യതയുമാണ് കുടുംബത്തെ ഈ കടും കൈക്ക് പ്രേരിപ്പിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം. ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന് കാണിച്ച് കുറിപ്പും ഇവർ എഴുതിവെച്ചിട്ടുണ്ട്. 4 പേരും വിഷം കഴിച്ചിരുന്നു. രാവിലെയോടെ ഇവരുടെ മകൻ പോലീസിനെ തങ്ങൾ വിഷം കഴിച്ചിട്ടുണ്ടെന്ന വിവരം അറിയിച്ചു. പോലീസ് അടുത്ത വീട്ടുകാരെ ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കുമ്പോഴേക്കും 2 പേർ മരിച്ചിരുന്നു. അലീന നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ്. ആദിത്യനെ ഇന്ന് ബിടെക് കോഴ്സിന് ചേർക്കാനിരിക്കുകയായിരുന്നു. സിബി വിഷം കഴിച്ച ശേഷം കിണറ്റിൽ ചാടുകയും ചെയ്തു. അലീന തൂങ്ങിയ നിലയിലായിരുന്നു. രാവിലെ 6 മണിയോടെ സമീപവാസികളാണ് ദുരന്തം ആദ്യമറിഞ്ഞത്. പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ, കുന്നംകുളം പോലീസ്, ഫയർഫോഴ്സ്, നന്മ ആംബുലൻസ് സംഘം തുടങ്ങിയവർ സ്ഥലത്തെത്തി രക്ഷാനടപടികൾക്ക് നേതൃത്വം നൽകി. വരവൂർത്തളി പിലാക്കാട് കുളത്തിൽ വീണ് പെൺകുട്ടി മരിച്ചു. 2 പേരെ രക്ഷപ്പെടുത്തി. ദേശമംഗലം വറവട്ടൂർ വരമംഗലത്തെ വീട്ടിൽ നാസർ മകൾ 19 വയസ്സുള്ള ഹസ്നയാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 6:30യോടെയാണ് സംഭവം. തളിയിലെ ബന്ധുവായ തറയിൽ ഹൈദ്രോസിന്റെ വീട്ടിലേക്ക് വന്നതായിരുന്നു ഹസ്ന. കുടുംബത്തിലെ മറ്റ് 2 കുട്ടികളുടെ കൂടെ തൊട്ടടുത്ത നെൽവയലിനോട് ചേർന്ന് കിടക്കുന്ന കുളത്തിൽ ഇറങ്ങിയ ഹസ്ന വെള്ളത്തിൽ താഴ്ന്നുപോയി. മറ്റ് 2 കുട്ടികളെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. വടക്കാഞ്ചേരിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി നടത്തിയ തിരച്ചിലിൽ ഇന്നലെ രാത്രി 8:30യോടെ മൃതദേഹം കണ്ടെത്തി. എരുവപ്പെട്ടി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ഡെപ്യൂട്ടി തഹസിൽദാർ KS റഹ്മത്ത്, വില്ലേജ് ഓഫീസർ എന്നിവരും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് UB കണ്ണൻ അടക്കമുള്ള ജനപ്രതിനിധികളും സ്ഥലത്ത് എത്തിയിരുന്നു. ചാവക്കാട് ബ്ലാങ്ങാട് കവർച്ച. 5.5 പവൻ ആഭരണങ്ങളും പണവും കവർന്നു. ബ്ലാങ്ങാട് ജുമാത്ത് പള്ളിക്കടുത്ത് പള്ളത്ത് മനക്കൽ അബ്ദുൽ കരീമിന്റെ വീട് കുത്തി തുറന്നാണ് കവർച്ച നടന്നത്. പോലീസ് അന്വേഷണം തുടങ്ങി. ഞായറാഴ്ച വൈകിട്ടോടെയാണ് കവർച്ച നടത്തിയത്. വീട്ടുകാർ പുറത്തുപോയ സമയത്ത് വീട് കുത്തിത്തുറന്നായിരുന്നു മോഷണം. 5.5 പവൻ ആഭരണങ്ങളും പണവുമാണ് പ്രാഥമികമായി നഷ്ടപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഞായറാഴ്ച വൈകിട്ട് 4 മണിയോടെ അബ്ദുൽ കരീമും ഭാര്യയും മരുമകളും തൃശൂരിൽ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു. രാത്രി 9 മണിയോടെ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണവിവരം അറിയുന്നത്. വീടിന്റെ മുകളിലത്തെ നിലയിലെ ഗ്രിൽ പൊളിച്ച് അകത്ത് കയറിയ മോഷ്ടാക്കൾ വാതിൽ തകർത്താണ് താഴത്തെ മുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളും പണവും കവർന്നത്. മുകളിലത്തെ മുറികളിലെ അലമാരകളും മറ്റ് സാധനങ്ങളും വാരി വലിച്ചിട്ട നിലയിലാണ്. ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തും. പ്രദേശത്തെ നിരീക്ഷണ ക്യാമറകളും പരിശോധിക്കുന്നുണ്ട്. തൃശൂരിൽ ഓപ്പറേഷൻ തണ്ടർ പരിശോധന. 9 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി തുടർച്ചയായ 2ാം ദിവസം നടത്തിയ പരിശോധനയിലാണ് വെസ്റ്റ് ബംഗാൾ സ്വദേശി മുഹമ്മദ് അഫ്രുൽ ഇസ്ലാമിനെ 9 കിലോ കഞ്ചാവുമായി എക്സൈസ് തൃശൂർ സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ VJ റോയുടെ നേതൃത്വത്തിൽ പിടികൂടിയത്. തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപം പൂത്തോൾ റോഡിൽ വെച്ചാണ് ഇയാൾ പിടിയിലായത്. എക്സൈസ് ഇൻസ്പെക്ടർ N സുദർശനകുമാർ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ KM സജീവ്, TK കണ്ണൻ, പ്രിവന്റീവ് ഓഫീസർമാരായ TJ രഞ്ജിത്ത്, K ലത്തീഫ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ CJ റിജോ, ജെറിൻ ജോ, V തൗഫിക്, S ഷിജു, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ K അമിത, പ്രിവന്റീവ് ഓഫീസർ ഡ്രൈവർ VG ഗിരീഷ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കുന്നംകുളത്തെ സംരംഭക നഗരം പദ്ധതിക്ക് ഔദ്യോഗിക തുടക്കം. കേന്ദ്ര ഓഫീസ് ഉദ്ഘാടനം നടന്നു.
കുന്നംകുളം നഗരത്തിന്റെ സാമൂഹികവും സാമ്പത്തികവും ചരിത്രപരവുമായ പൈതൃകം നിലനിർത്തിക്കൊണ്ടുള്ള ശാശ്വത വികസനം ലക്ഷ്യമിട്ട് നഗരസഭ പ്രഖ്യാപിച്ച ചരിത്ര പ്രാധാന്യമുള്ള സംരംഭക നഗരം പദ്ധതിക്കാണ് ഔദ്യോഗിക തുടക്കമായത്. നഗരസഭയുടെ 2026-2027 ബജറ്റിലെ ഏറ്റവും ശ്രദ്ധേയമായ ഈ പദ്ധതിയുടെ കേന്ദ്ര ഓഫീസ് ഉദ്ഘാടനവും മുഖ്യ ഉപദേഷ്ടാക്കളായ കിലയുമായുള്ള ധാരണാപത്രം ഒപ്പുവയ്ക്കലും നടന്നു. MLA AC മൊയ്തീൻ ചടങ്ങിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. സംരംഭക ഓഫീസ്, സിറ്റി ബിസിനസ് കൗൺസിൽ, വാർഷിക സംരംഭക സമ്മേളനം, സംരംഭക അക്കാദമി, സംരംഭക ക്ലബ്ബുകൾ എന്നിവ സ്ഥാപിച്ച് കുന്നംകുളത്ത് ഒരു മികച്ച സംരംഭക ആവാസ വ്യവസ്ഥയാക്കി ഉയർത്തുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്ന് MLA പറഞ്ഞു. കുന്നംകുളത്തിന്റെ തലമുറകൾ കൈമാറി വന്ന പരമ്പരാഗത വാണിജ്യ അനുഭവങ്ങളും കൊടുക്കൽ വാങ്ങലുകളും നിലനിർത്തിക്കൊണ്ട് തന്നെ നഗരത്തിന്റെ പ്രൗഢി വർദ്ധിപ്പിക്കാൻ ഈ പദ്ധതിക്ക് സാധിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. അർബൻ ചെയർ പ്രൊഫസർ അജിത് കാളിയത്ത് സംരംഭക നഗര ആശയവും സാക്ഷാത്കാരവും എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ ജോൺ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T സോമശേഖരൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആഷ ജിജു, ശ്രീജിത്ത് ആവേൻ, വിവിധ കൗൺസിലർമാർ, നഗരസഭാ സെക്രട്ടറി KK മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. എരുമപ്പെട്ടി സെന്റ് മേരീസ് ആശുപത്രിക്ക് സമീപം റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിൽ ബൈക്കിടിച്ച് കാൽനട യാത്രക്കാരി ഉൾപ്പെടെ 2 പേർക്ക് പരിക്ക്. നെല്ലുവായി പടിഞ്ഞാറൻ തീയത്ത വീട്ടിൽ സബിത, ബൈക്ക് യാത്രക്കാരനായ മുള്ളൂർക്കര കുറുവാൻ വീട്ടിൽ ജിഷ്ണു എന്നിവർക്കാണ് പരിക്ക്. ഇരുവരെയും എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ടൂറിസം പദ്ധതിക്കായി ഒരുക്കിയ ഉപ്പുങ്കൽ പാലായിക്കൽ ഭാഗത്ത് ശുചിമുറി മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. അടുത്തടുത്ത ദിവസങ്ങളായി ഇത് 3-ാം തവണയാണ് ഇത്തരത്തിൽ മാലിന്യ നിക്ഷേപം നടക്കുന്നത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ മാലിന്യം തള്ളിയത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കക്കൂസ് മാലിന്യ നിക്ഷേപം പതിവായതോടെ മേഖലയിലെ ശുദ്ധജലത്തിന് നിറവ്യത്യാസമുണ്ടാവുകയും വെള്ളത്തിന് മുകളിൽ പാട കെട്ടുകയും ചെയ്യുന്ന സ്ഥിതിയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് ഇവിടെ ടൂറിസം പദ്ധതി ഒരുക്കാനായി റോഡരികിലെ മരങ്ങൾ മുറിക്കുകയും തെരുവിളക്കുകൾ സ്ഥാപിക്കുകയും ചെയ്തതോടെ ഒരു പരിധിവരെ ഇത്തരത്തിൽ മാലിന്യ നിക്ഷേപം തടയാൻ കഴിഞ്ഞിരുന്നു. പ്രദേശവാസികൾ ഉറക്കമൊഴിച്ച് കാവലിരുന്ന് ഇതിനെ ചെറുത്തതിന്റെ അടിസ്ഥാനത്തിൽ പെരുമ്പടപ്പ് പോലീസിന്റെ സഹായത്തോടെ ഒരു വാഹനം പിടിച്ചെടുക്കുകയും ചെയ്തു. വിവരം നൽകിയ വ്യക്തിക്ക് പാരിതോഷികവും പഞ്ചായത്ത് നൽകിയിരുന്നു. നിലവിലെ ജലസ്രോതസ്സുകൾ മലിനമാകുന്നതോടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന വലിയ ആശങ്കയിലാണ് പ്രദേശവാസികൾ. കുടിവെള്ളം മലിനപ്പെടുന്ന സാഹചര്യത്തെ അധികൃതർ ഗൗരവമായി കാണണമെന്ന ആവശ്യം ഇവർ മുന്നോട്ട് വയ്ക്കുന്നു. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി DOMയുടെ പ്രത്യേക അനുവാദത്തോടെ ഹെൽത്ത് ഇൻസ്പെക്ടർ റോബിൻസന്റെ നേതൃത്വത്തിൽ 18ഓളം ആരോഗ്യ ജീവനക്കാരെ ഉൾപ്പെടുത്തി സർവേ നടത്തുകയും പ്രദേശത്തെ മാലിന്യമുക്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതെല്ലാം കാറ്റിൽ പറത്തിയ അവസ്ഥയാണ്. എത്രയും പെട്ടെന്ന് അധികൃതർ ഇടപെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് ഇത്തരം സാമൂഹ്യദ്രോഹികളെ കണ്ടുപിടിച്ച് മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നും പ്രദേശവാസിയായ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ EK നിഷാദ് പറഞ്ഞു. ഇത്തരം ആൾക്കാർ ഈ നാടിനെ ദ്രോഹിക്കുന്ന സാമൂഹ്യദ്രോഹിയുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഇപ്പൊ ഇവിടെ തന്നെ ഇപ്പൊ 3 പ്രാവശ്യമായി ഇപ്പോൾ ഇവിടുത്തെ പഞ്ചായത്തും അതുപോലെ പോലീസും പത്രമാധ്യമങ്ങളൊക്കെ ഇടപെട്ടുകൊണ്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ അവരതിൻ്റെ രീതിക്ക് ഇടപെടുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ നാടിനെ, ഈ വാർഡിനെ ഒരു കക്കൂസ് മാലിന്യ വാർഡാക്കി മാറ്റരുത്. ഇവിടെ വരേണ്ടത് ടൂറിസമാണ്. അപ്പൊ ദയവ് ചെയ്ത് ഇവിടുത്തെ പഞ്ചായത്ത് അധികൃതരും അതുപോലെ ഇവിടെ നാട്ടുകാരെല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ട് ഇതിനെ നേരിടണം നമുക്ക്. കാരണം ഈ വെള്ളത്തിൽ ചവിട്ടിക്കൊണ്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് നീങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാല് വെച്ച് അതിന് ചൊറി ഏർപ്പെടുന്നുള്ളൊരു കംപ്ലൈന്റ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഭരണസമിതി എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി വാറ്റുചാരായവുമായി യുവാവ് അറസ്റ്റിൽ. മാടക്കത്തറ പുതുനഗറിൽ നിന്ന് 1.5 ലിറ്റർ ചാരായവുമായി ആലപ്പാട്ട് വീട്ടിൽ ജെയ്സ്മിനെയാണ് തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിലെ പ്രിവന്റീവ് ഓഫീസർ AB സുനിലും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ചാരായം കൈവശം വെച്ച് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രതി പിടിയിലായത്. ചാരായം വാറ്റുന്നതിന് ഉപയോഗിച്ച വാറ്റുപകരണങ്ങളും വാഷിടാൻ ഉപയോഗിച്ച 200 ലിറ്ററിന്റെ പ്ലാസ്റ്റിക് ഡ്രമ്മും സമീപ പ്രദേശങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തു. കരുവാൻകാട്, കുണ്ടുകാട്, പനമ്പള്ളി, താണിക്കുടം ഭാഗങ്ങളിലായിട്ടാണ് പ്രതി വാറ്റുചാരായം വിൽപ്പന നടത്തിയിരുന്നത്. പ്രിവന്റീവ് ഓഫീസർമാരായ TJ രാജിത്ത്, K ലത്തീഫ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ CJ റിജോ, ജെറിൻ ജോ, മിക്കി ജോൺ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ദിവ്യ ജോർജ്, സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ VG ഗിരീഷ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. വാക്കുകളുടെ വെളിച്ചം പകർന്ന പ്രാദേശിക മാധ്യമ പ്രവർത്തകരെ കല്ലുംപുറം ക്രിസ്ത്യൻ കോപ്പറേറ്റീവ് ഫെലോഷിപ്പ് ആദരിച്ചു. സമൂഹത്തിന്റെ നന്മയ്ക്കായി നിശബ്ദമായി സഞ്ചരിച്ച് അക്ഷരങ്ങൾക്ക് ജീവൻ നൽകുകയും നാടിന്റെ സ്പന്ദനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയും ചെയ്യുന്ന പ്രാദേശിക മാധ്യമ പ്രവർത്തകരെ 21ാമത് വാർഷികാഘോഷത്തിന്റെയും കുടുംബസംഗമത്തിന്റെയും ഭാഗമായാണ് കല്ലുംപുറം ക്രിസ്ത്യൻ കോപ്പറേറ്റീവ് ഫെലോഷിപ്പ് ആദരിച്ചത്.
ദീർഘകാലമായി മാധ്യമരംഗത്ത് സജീവമായുള്ള CCTV പെരുമ്പിലാവ് ബ്യൂറോ ചീഫ് ഹരി ഇല്ലത്ത്, മലയാള മനോരമ പെരുമ്പിലാവ് ലേഖകൻ രവി കൂനത്ത്, സുപ്രഭാതം ലേഖകൻ റഫീഖ് കടവല്ലൂർ, കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ സംസ്ഥാന മുൻ വൈസ് പ്രസിഡന്റും വെൽ ന്യൂസ് റിപ്പോർട്ടറുമായ AC ഗീവർ ചാലിശ്ശേരി എന്നിവരെ മുഖ്യാതിഥി VK രാജൻ, പ്രസിഡന്റ് റെന്നി ചെറുവത്തൂർ, സെക്രട്ടറി ഷിജു ചുമാർ, അധ്യാപകൻ തോംസൺ മാസ്റ്റർ എന്നിവർ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു. ഓരോ വാർത്തയ്ക്ക് പിന്നിലും പലപ്പോഴും കാണാതെ പോകുന്ന അധ്വാനം, സാമൂഹിക ഉത്തരവാദിത്തമാണുള്ളതെന്നും നാടിന്റെ ചരിത്രവും ജനങ്ങളുടെ ജീവിതവും വികസനത്തിന്റെ ഓരോ ചുവടുവെപ്പും കാലത്തിന്റെ രേഖകളാക്കി സമൂഹത്തിന് മുന്നിലെത്തിക്കുന്ന മാധ്യമപ്രവർത്തകരുടെ സേവനം വിലമതിക്കാനാകാത്തതാണെന്നും യോഗം വിലയിരുത്തി. മാധ്യമപ്രവർത്തകർ ആദരവിന് നന്ദി അറിയിച്ചു. കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിക്ക് പുതിയ നേതൃത്വം. കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റായി ധനേഷ് ചുള്ളിക്കാട്ടിൽ ചുമതലയേറ്റു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റായ ധനേഷ് നിലവിൽ കേച്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവുമാണ്. കേച്ചേരി ജ്ഞാനപ്രകാശിനി UP സ്കൂളിൽ നടന്ന ചടങ്ങിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷനായി. AICC സെക്രട്ടറി TN പ്രതാപൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. UDF മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, KPCC സെക്രട്ടറി CC ശ്രീകുമാർ എന്നിവർ മുഖ്യാതിഥികളായി. DCC സെക്രട്ടറിമാരായ KB ജയറാം, PK രാജൻ, AT സ്റ്റീഫൻ മാസ്റ്റർ, പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി എന്നിവർ സംസാരിച്ചു. മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ ആൻഡോ പോൾ, PM ജമാൽ, MM ഷംസുദ്ദീൻ, RM ബഷീർ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. CPM പ്രവർത്തകർ കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചു. ചൂണ്ടൽ പഞ്ചായത്തിലെ CPMന്റെ സജീവ പ്രവർത്തകരായ മെൽവിൻ തരകൻ, സനീബ് മഴുവഞ്ചേരി, മൻസൂർ മത്തനങ്ങാടി എന്നിവരാണ് CPM ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസിൽ ചേർന്നത്. കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റായി ധനേഷ് ചുള്ളിക്കാട്ടിൽ ചുമതലയേൽക്കുന്ന ചടങ്ങിൽ AICC സെക്രട്ടറി TN പ്രതാപൻ 3 പേരെയും കോൺഗ്രസ് അംഗത്വം നൽകി സ്വീകരിച്ചു. UDF മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, KPCC സെക്രട്ടറി CC ശ്രീകുമാർ, DCC സെക്രട്ടറിമാരായ KB ജയറാം, PK രാജൻ, AT സ്റ്റീഫൻ മാസ്റ്റർ, കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി, KSU സംസ്ഥാന സെക്രട്ടറി അനീഷ് ആന്റണി, യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ, കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് RM ബഷീർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ആൻഡോ പോൾ, AM ജമാൽ, MM ഷംസുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. വേലൂരിൽ വീടുകളിൽ മോഷണങ്ങൾ പതിവാകുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ തയ്യൂർ അമ്പക്കാട്ട് ശിവരാമന്റെ മോട്ടോർ പമ്പ് സെറ്റ് മോഷ്ടിച്ചു. വീടിനോട് ചേർന്നുള്ള തെങ്ങിൻ പറമ്പിൽ കൃഷിക്ക് ആവശ്യമായ വെള്ളം പുഴയിൽ നിന്ന് പമ്പ് ചെയ്യാൻ വേണ്ടി സ്ഥാപിച്ചിരുന്ന മോട്ടോറാണ് മോഷ്ടിച്ചത്. വാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷണം. മേഖലയിൽ വീടുകളിൽ നിന്ന് മോട്ടോറുകളും വലിയ ചെമ്പുപാത്രങ്ങളും റബ്ബർ ഷീറ്റുകളും മോഷണം പോകുന്നത് പതിവായിരിക്കുകയാണ്. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ കൊരട്ടിക്കര മാർ കൂർലോസ് ദേവാലയത്തിൽ സഭാസ്ഥാപക പിതാവായ കാട്ടുമങ്ങാട്ട് അബ്രഹാം മാർ കൂർലോസ് വലിയ ബാവയുടെ 224 ഓറോ പെരുന്നാൾ ശനി ഞായർ ദിവസങ്ങളിലായി ആഘോഷിച്ചു. ശനിയാഴ്ച വൈകിട്ട് സന്ധ്യാനമസ്കാരം, ധൂപപ്രാർത്ഥന, തുടർന്ന് നേർച്ച വിതരണം എന്നിവ ഉണ്ടായി. ഞായറാഴ്ച രാവിലെ പ്രഭാത നമസ്കാരത്തെ തുടർന്ന് വിശുദ്ധ കുർബാനയും പ്രദക്ഷിണവും ശ്ലൈഹിക വാഴവും ധൂപപ്രാർത്ഥനയും പൊതുസദ്യയും നടന്നു. സഭാ വൈദിക ട്രസ്റ്റിയും ഇടവക വികാരിയുമായ ഫാദർ തോമസ് കുര്യൻ ഓർമ്മ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈദികരായ വർഗീസ് വാഴപ്പള്ളി, മൈക്കിൾ ഗി വർഗീസ്, ബെന്യാമിൻ ചിറ്റലപ്പള്ളി എന്നിവർ പ്രദക്ഷിണത്തിൽ സംബന്ധിച്ചു. ആഘോഷങ്ങൾക്ക് ഇടവക വികാരി ഫാദർ തോമസ് കുര്യൻ, സെക്രട്ടറി PS തോമസ്, ട്രഷറർ KC പ്രിൻസൺ എന്നിവർ അടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. ഗുരുവായൂർ ചാമുണ്ടേശ്വരി റോഡ് പരിസരത്ത് തെരുവുനായ ശല്യം രൂക്ഷമായതോടെ നാട്ടുകാർ ദുരിതത്തിൽ. പ്രദേശവാസികളായ 2 വ്യക്തികൾ സ്ഥിരമായി തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നത് ശല്യം വർദ്ധിക്കാൻ കാരണമാകുന്നതായി നാട്ടുകാരുടെ ആരോപണം. 30ഓളം തെരുവുനായ്ക്കളാണ് ഈ പ്രദേശത്ത് കൂട്ടമായി വിഹരിക്കുന്നത്. ഇതോടെ പുലർച്ചെ ക്ഷേത്ര ദർശനത്തിന് പോകുന്നവരും സ്കൂൾ കുട്ടികളുമടക്കം വലിയൊരു വിഭാഗം ജനങ്ങൾ ഭീതിയിലാണ്. നായ്ക്കൾക്ക് തെരുവിൽ ഭക്ഷണം നൽകുന്നതിനെതിരെ കോടതി വിധി നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇത് ലംഘിച്ച് ഭക്ഷണം നൽകുന്നത് തുടരുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഭക്ഷണത്തിനായി നായ്ക്കൾ കൂട്ടമായി തമ്പടിക്കുന്നത് കാൽനടയാത്രക്കാർക്കും ഇരുചക്രവാഹന യാത്രക്കാർക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഏറെ നാളായി തുടരുന്ന ഈ പ്രശ്നത്തിൽ അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് നാട്ടുകാർ നഗരസഭയിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ നടപടികളൊന്നുമായില്ലെന്നാണ് ആക്ഷേപം. സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്കും പ്രായമായവർക്കും റോഡിലൂടെ നടക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. 1-2 പേര് സ്ഥിരമായിട്ട് ഈ റോഡിന്റെ സൈഡിൽ കോടതി വിധി ഉള്ളപ്പോൾ തന്നെ തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കരുതെന്നുള്ള വിധി ഉള്ളപ്പോൾ തന്നെ 1-2 പേര് സ്ഥിരമായിട്ട് ഈ തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുക.
അതുകൊണ്ട് അവരവിടെ ക്യാമ്പ് ചെയ്യാണ്. നായ്ക്കള് വഴി നടയ എത്രയോ വൃദ്ധരായ സ്ത്രീകള് അമ്പലത്തിലേക്ക് പോകുമ്പോഴും പിന്നെ കുട്ടികൾ പോകുമ്പോഴും അവരെ ആക്രമിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ തെരുവ് നായ്ക്കളുടെ ശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ഞങ്ങളൊരു 13 വീട്ടുകാർ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിൽ ഇന്നലെ പരാതി കൊടുത്തിട്ടുണ്ട്. ദിനംപ്രതി നൂറുകണക്കിന് ഭക്തർ എത്തുന്ന ഗുരുവായൂരിലെ പ്രധാന പാതകളിലൊന്നായ ചാമുണ്ടേശ്വരി റോഡിൽ അടിയന്തരമായി തെരുവുനായ ശല്യം പരിഹരിക്കാൻ നഗരസഭ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വരും ദിവസങ്ങളിലും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. വ്യാപാരി വ്യവസായി സമിതി വേലൂർ യൂണിറ്റ് വാർഷിക സമ്മേളനവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണവും നടന്നു. ഗ്രാമകം കൾച്ചറൽ അക്കാദമി ഹാളിൽ നടന്ന സമ്മേളനം വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് തെക്കേക്കത്തല ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PG ശർമ്മ അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് N സുകുമാരൻ, ജില്ലാ കമ്മിറ്റി അംഗം PT ഡേവിഡ്, വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി AK കുമാരൻ, പ്രസിഡന്റ് KG സുഭാഷ്, CPM വേലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി K അബിൽ ബേബി, യൂണിറ്റ് സെക്രട്ടറി TD ദയൻ, KV ജോൺസൺ, PB ബാബുരാജ് എന്നിവർ സംസാരിച്ചു. അംഗങ്ങൾക്കുള്ള സമ്മാന വിതരണം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി EK കുമാരൻ നിർവഹിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് PG ശർമ്മ, സെക്രട്ടറി TD ദയൻ, ട്രഷറർ KV ജോൺസൺ എന്നിവരെ തെരഞ്ഞെടുത്തു. കാലവർഷം കനത്തതോടെ നിറഞ്ഞൊഴുകി കാഴ്ചക്കാരുടെ മനം നിറയ്ക്കുകയാണ് കൊടുമ്പ് ചാത്തൻചിറ ചെക്ക് ഡാം. തടാകത്തിന്റെ ഭംഗി ആസ്വദിച്ച് കാടിനരികിലൂടെയുള്ള യാത്രയാണ് ചാത്തൻചിറയുടെ പ്രധാന ആകർഷണം. വടക്കാഞ്ചേരി നഗരസഭയുടെയും എരുമപ്പെട്ടി പഞ്ചായത്തിന്റെയും പരിധിയിൽ ഉൾപ്പെട്ട തടാകമാണ് കാഞ്ഞിരക്കോട് കൊടുമ്പ് ചാത്തൻചിറ. വടക്കാഞ്ചേരിയിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയാണ് മനോഹരമായ ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതിയൊരുക്കുന്ന കാനന കാഴ്ചകൾ ആസ്വദിക്കാൻ എത്തുന്നവർ മനം നിറഞ്ഞ് ഇവിടുന്ന് തിരികെ പോകും. 3 വശവും വനവും കുന്നുകളും കാടുകളും ഉള്ളതാണ് ചാത്തൻചിറയുടെ പ്രധാന ആകർഷണം. വടക്കാഞ്ചേരി കൊടുമ്പ് ചാത്തൻചിറ ഭാഗത്താണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് എന്റർടൈൻ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. വണ്ടിയായിട്ട് വരുന്നവർക്ക് കാറായിട്ട് ആക്സസും എല്ലാ കാര്യങ്ങളും ഉള്ള നല്ല മനോഹരമായിട്ടുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മളുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ട് ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ വളരെ വൈബുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും വരിക. ഇത് കാഞ്ഞിരക്കോട് ചാത്തൻചിറ കൊടുമ്പ് ഭാഗത്ത് ചാത്തൻചിറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അകമല കാടുകളിൽ നിന്നുള്ള നീരൊഴുക്കാണ് ചാത്തൻചിറയെ ജലസമ്പന്നമാക്കുന്നത്. കടുത്ത വേനലിലും കാട്ടിൽ നിന്ന് നീരൊഴുക്കുള്ളതിനാൽ ചിറ എല്ലാ കാലത്തും നിറഞ്ഞു നിൽക്കും. കുട്ടിക്കാലം തൊട്ടേ ആദ്യം ഫ്രണ്ട്സായിട്ട് ഞങ്ങൾ വന്നിരുന്നു. മകനായിട്ട് വരാൻ പറ്റി. എന്താ പറയാ, സമയങ്ങൾ ശരിക്കും മഴക്കാലത്ത് എനിക്ക് വളരെ നല്ലൊരു എൻജോയ്മെന്റിന് പറ്റിയ സ്ഥലമാണ്. അധികാരികളുടെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ ഇറങ്ങുന്നതിനോ ആദ്യം പ്രശ്നമൊന്നുമില്ല. എന്താ പറയാ, മഴ ഉണ്ട് വെച്ചെങ്കിൽ പെട്ടെന്ന് കൊടർത്ത് ഓടേണ്ടി വരും. കാരണം ഇവിടെ അടുത്തൊന്നും കയറി വെക്കാൻ പറ്റിയൊരു സ്ഥലമൊന്നുമില്ല. പക്ഷെ നല്ലൊരു ഇതാണ്. ഇപ്പൊ ആദ്യം ഇത്ര ആൾക്കാരൊന്നും വന്നിരുന്നില്ല. ഇപ്പൊ സൺഡേസിലൊക്കെ ഉള്ള ആൾക്കാരാണ്. അടിപൊളിയാണ്. 200 വർഷം മുൻപ് ശർക്കര ചുണ്ണാമ്പ് മിശ്രിതങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഡാം 2016 നവീകരിച്ചു. RIDF പദ്ധതി നിർവഹണ വകുപ്പ് കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ സഹകരണത്തോടെയാണ് പുനർനിർമ്മാണം നടത്തിയത്. ഡാമിലെ ചെളി വാരി നീക്കുകയും ആഴം കൂട്ടി ഇരുകരകളെയും വൃത്തിയാക്കി ബലപ്പെടുത്തി പുതിയതായി വാൽവ് നിർമ്മിക്കുകയും സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. 10 മീറ്ററോളം ഉയരവും 100 മീറ്ററോളം വീതിയുമുള്ള ഡാമിന്റെ കെട്ടിന് 4.5 ഏക്കറോളം വിസ്തൃതിയുണ്ട്. വടക്കാഞ്ചേരി എരുമപ്പെട്ടി പഞ്ചായത്തുകളിലെ പ്രധാന കൃഷിയിടങ്ങളെല്ലാം ചാത്തൻചിറയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഡാമിൽ നിന്ന് നിറഞ്ഞൊഴുകുന്ന വെള്ളം കൊടുമ്പ് കാഞ്ഞിരക്കോട് പാടശേഖരത്തിലൂടെ ഒഴുകി പള്ളിമണ്ണയിലെത്തി വടക്കാഞ്ചേരി കേച്ചേരി പുഴയെ ശക്തിപ്പെടുത്തുന്നു. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിലെ കാഞ്ഞിരക്കോട് സെന്ററിൽ നിന്നും BMBC നിലവാരത്തിലുള്ള റോഡും ചാത്തൻചിറയിലേക്കുള്ള യാത്ര സുഗമമാക്കുന്നു. പ്രാദേശിക ടൂറിസത്തിന് പ്രാധാന്യമുള്ള ഇക്കാലത്ത് ചാത്തൻചിറ ഡാം പ്രദേശവാസികൾക്ക് മാത്രമല്ല ജില്ലയ്ക്ക് തന്നെ അഭിമാനമാണ്. മഴ പെയ്താലാണ് ചാത്തൻചിറ കൂടുതൽ മനോഹരമാവുക. എന്നിരുന്നാലും എല്ലാ കാലത്തും വിനോദസഞ്ചാരികൾക്ക് എത്തിച്ചേരാൻ പറ്റുന്ന, ആസ്വദിക്കാൻ പറ്റുന്ന ഒരിടമാണ് കൊടുമ്പ് ചാത്തൻചിറ. കുട്ടവഞ്ചിയും അതുപോലെ തന്നെ ബോട്ട് സർവീസുമെല്ലാം സജ്ജമാക്കിയ കൂടുതൽ വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാൻ കഴിയും. ക്യാമറ പേഴ്സൺ മനോജ് ഓർമ്മയ്ക്കൊപ്പം ശ്രീധർമ്മപ്പെട്ടി. പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവനാസിയോസ് രണ്ടാമൻ മലങ്കര മെത്രാപ്പോലിത്തയുടെ 117ാമത് ഓർമ്മ പെരുന്നാളും ബെസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയുടെ 5ാം ഓർമ്മ പെരുന്നാളിലും കൊടിയേറി. ഓർത്തഡോക്സ് സഭയുടെ കുന്നംകുളം ഭദ്രാസന അരമന ചാപ്പലിൽ നടന്ന ചടങ്ങിൽ ഭദ്രാസന സെക്രട്ടറി ഫാദർ സ്റ്റീഫൻ ജോർജ് കൊടിയേറ്റം നിർവഹിച്ചു. സംഘാടക സമിതി ജോയിന്റ് ജനറൽ കൺവീനർ PU ഷാജൻ, പബ്ലിസിറ്റി കൺവീനർ
എഡ്വി സക്കറിയ തുടങ്ങിയവർ സംബന്ധിച്ചു. 19-ാം തീയതി ഞായറാഴ്ച വൈശ്ശേരി പള്ളിയിൽ നിന്ന് വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കുന്ന അനുസ്മരണ പദയാത്ര ഭദ്രാസന ദേവാലയത്തിൽ എത്തിച്ചേരുന്നതോടെ സന്ധ്യാനമസ്കാരവും അനുസ്മരണ സമ്മേളനവും നടക്കും. തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടാകും. 20-ാം തീയതി തിങ്കളാഴ്ച വിശുദ്ധ കുർബാന, മ്യൂസിയം ഉദ്ഘാടനം, പ്രദക്ഷിണം, നേർച്ച വിളമ്പൽ, 8 വീടുകളുടെ താക്കോൽദാനം എന്നിവ നടക്കും. സഭാപരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ, കുന്നംകുളം ഭദ്രാസന മെത്രാപ്പോലിത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലിത്ത, വൈദികർ, വിവിധ കമ്മിറ്റികൾ തുടങ്ങിയവർ നേതൃത്വം നൽകും. പൊതുസ്ഥലത്ത് ഭക്ഷണാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യം തള്ളിയ കാറ്ററിംഗ് സ്ഥാപനത്തിനെതിരെ നടപടി സ്വീകരിച്ച് പോലീസും ആരോഗ്യവകുപ്പും. ചൂണ്ടൽ പഞ്ചായത്തിലെ മണലി ഗാന്ധിനഗറിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ റിസോർട്ടിൽ നടന്ന വിരുന്ന് സൽക്കാരത്തിന്റെ ഭാഗമായി ബാക്കി വന്ന ഭക്ഷണവും അവശിഷ്ടങ്ങളുമാണ് പൊതുസ്ഥലത്ത് നിക്ഷേപിച്ചത്. ഇതിനെതിരെ നാട്ടുകാർ രംഗത്തെത്തിനെ തുടർന്ന് പഞ്ചായത്ത് അംഗങ്ങളായ ടിഒ സെബി, അനുഷ ഷാഫർ, റസിയ അലി എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു. വിവരം അറിയിച്ചനുസരിച്ച് സ്ഥലത്തെത്തിയ കുന്നംകുളം പോലീസ് തൃശൂർ പട്ടിക്കാടുള്ള പവിത്രം കാറ്ററിംഗ് കമ്പനി അധികൃതരെ വിളിച്ചു വരുത്തി ഭക്ഷണാവശിഷ്ടങ്ങൾ എടുപ്പിക്കുകയായിരുന്നു. മാലിന്യം തള്ളിയ കാറ്ററിംഗ് കമ്പനിക്കെതിരെ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിഭാഗം പിഴ ഉൾപ്പെടെയുള്ള നടപടികളും സ്വീകരിച്ചു. പാലിയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥ കേന്ദ്രത്തിലെ തർപ്പണ തിരുനാളിന്റെ ഭാഗമായി ഒരുക്കിയ വേറിട്ട ലൈറ്റ് സംവിധാനം ഭക്തർക്കും സന്ദർശകർക്കും പുത്തൻ അനുഭവമായി. ലോകകപ്പ് ഫുട്ബോൾ ആവേശം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഫിഫ വേൾഡ് കപ്പ് പ്രമേയമാക്കിയാണ് വേൾഡ് കപ്പിന്റെ ദീപാലങ്കാരം ഒരുക്കിയത്. പാലിയൂർ പ്രവാസി UAE ഖത്തർ കൂട്ടായ്മയുടെ സംയുക്ത സംരംഭമായിട്ടാണ് ഈ മനോഹര ദൃശ്യവിരുന്ന് ഒരുക്കിയത്. ലോകകപ്പിലെ പ്രമുഖ ഫുട്ബോൾ താരങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് തീം തയ്യാറാക്കിയത്. പള്ളിയുടെ മുൻവശത്തെ പ്രധാന പന്തലിലും മണിമണ്ഡപത്തിലെ പന്തലിലുമായിട്ടാണ് പ്രത്യേക ലൈറ്റ് അറേഞ്ച്മെന്റ് പ്രദർശിപ്പിച്ചത്. ലോകം മുഴുവൻ ഫുട്ബോൾ ലഹരിയിൽ അമർന്നിരിക്കുന്ന സമയമായതിനാലാണ് തിരുനാളിന് ഇത്തരമൊരു വേറിട്ട ആശയം കൊണ്ടുവരാൻ തീരുമാനിച്ചത് എന്ന് സംഘാടകർ വ്യക്തമാക്കി. തിരുനാളിന് എത്തിച്ചേർന്ന വിശ്വാസികൾക്ക് പുറമെ ഫുട്ബോൾ പ്രേമികളായ നിരവധി പേരാണ് ഈ അപൂർവ കാഴ്ച ആസ്വദിക്കാനായി പാലിയൂർ പള്ളിയിലേക്ക് എത്തിച്ചേർന്നത്. പ്രവാസി കൂട്ടായ്മയുടെ വ്യത്യസ്തമായ പങ്കാളിത്തം തിരുനാൾ ആഘോഷങ്ങൾക്ക് മാറ്റേകി. ഓണത്തിന് ഒരു മുറം പച്ചക്കറിയുടെ പദ്ധതിയുടെ ഭാഗമായി സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം നോർത്ത് യൂണിറ്റ് സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ പച്ചക്കറി തൈ വിതരണം നടത്തി. പെൻഷൻ ഭവനിൽ നടന്ന ചടങ്ങ് യൂണിറ്റ് പ്രസിഡന്റും കർഷകനുമായ MA വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വേദി പ്രസിഡന്റ് TK രവി അധ്യക്ഷത വഹിച്ചു. ആശാലത, ജോബ് രാജ്, PK വേലു, PG റോയ്, TK ജാനകി എന്നിവർ സംസാരിച്ചു. വേദി കൺവീനർ ഡെന്നിസ് മങ്ങാട് സ്വാഗതവും യൂണിറ്റ് സെക്രട്ടറി KM സൂസന്ന നന്ദിയും പറഞ്ഞു. വെണ്ട, വഴുതന, തക്കാളി, മുളക്, ചീര എന്നീ പച്ചക്കറി തൈകളാണ് വിതരണം ചെയ്തത്. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കേച്ചേരി മേഖലാ സമ്മേളനം നടന്നു. തലക്കോട്ടുകര കോപ്പർ കാസൽ ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ MM ചന്ദ്രം നഗറിൽ ചേർന്ന സമ്മേളനം കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം K കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് സൗന്ദർ രാജൻ അധ്യക്ഷനായി. രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം മേഖലാ പ്രസിഡന്റ് പതാക ഉയർത്തി. TP പ്രജീഷ്, VB നൌഷാദ്, AV സത്യൻ എന്നിവരടങ്ങിയ പ്രസിഡിയം സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു. മേഖലാ സെക്രട്ടറി VK ഹരിദാസൻ പ്രവർത്തന റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി MB പ്രവീൺ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. CPIM കേച്ചേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, കർഷക തൊഴിലാളി യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KG പ്രമോദ്, ആൻസി വില്യംസ്, വില്ലേജ് കമ്മിറ്റി അംഗം CK മുരളി എന്നിവർ സംസാരിച്ചു. സമ്മേളന ഭാരവാഹികളായി AV സത്യൻ പ്രസിഡന്റ്, VK ഹരിദാസൻ സെക്രട്ടറി എന്നിവരെ തെരഞ്ഞെടുത്തു. വെള്ളിത്തിരുത്തി ബ്ലൂംബേർഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി വിദ്യാലയത്തിൽ പ്രകൃതി സംരക്ഷണത്തിന്റെ പുതുപാഠങ്ങൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിക്കുന്ന ശലഭോദ്യാനം ഉദ്ഘാടനം ചെയ്തു. വർണ്ണച്ചിറകുകൾ വിടർത്തി പാറി പറക്കുന്ന ശലഭങ്ങൾ നമുക്കിന്ന് അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ശലഭങ്ങളെ സംരക്ഷിക്കുക, നിരീക്ഷണത്തിലൂടെ വിവിധ ശലഭങ്ങളെ തിരിച്ചറിയുക, ശലഭങ്ങളെ ആകർഷിക്കുന്ന പൂച്ചെടികൾ, അവയ്ക്ക് മുട്ടയിട്ട് വളരാൻ സഹായകരമായ സസ്യങ്ങൾ, അവയുടെ ജീവിതചക്രത്തിലെ വിവിധ ഘട്ടങ്ങൾ എന്നിവ മനസ്സിലാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് വിദ്യാലയത്തിൽ ശലഭോദ്യാനം തയ്യാറാക്കിയത്. വിദ്യാർത്ഥികൾ കൊണ്ടുവന്ന പൂച്ചെടികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രിൻസിപ്പൽ C ശേബ ജോർജ് ശലഭോദ്യാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ C രാധാമണി, കോർഡിനേറ്റർ TS സുരേഖ, അധ്യാപകരായ EK ഷീജ, ലത കാഞ്ഞങ്ങാട്ട്, MR രമ്യ, M സജിത എന്നിവരും 6ാം ക്ലാസ് വിദ്യാർത്ഥികളും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കുന്നംകുളം തൃശൂർ റോഡിൽ ബദനി സ്കൂളിന് സമീപം കാറിന് പുറകിൽ ബുള്ളറ്റ് ഇടിച്ച അപകടം, 2 പേർക്ക് പരിക്ക്. ബുള്ളറ്റ് യാത്രികരും വെങ്കിടങ്ങ് കരുവന്തല സ്വദേശികളുമായ അക്ഷയ്, നിഖിൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാർ പെട്ടെന്ന് ബ്രേക്കിട്ടതാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു. കൂറ്റനാട് സ്വദേശിയുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ബുള്ളറ്റിനും കാറിനും കേടുപാടുകൾ സംഭവിച്ചു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി.
ആ കാർ ഇവിടെ സഡൻ ബ്രേക്ക് ഇട്ടു. സഡൻ ബ്രേക്കിന് ഈ ബൈക്കാരൻ ബാക്കിൽ വന്ന് സഡൻ ബ്രേക്ക് ഇട്ടാവും. ഈ ബൈക്കാരൻ ബ്രേക്ക് കാറ് സഡൻ ബ്രേക്ക് ഇട്ടതാണ് കാരണം. കാറ് സഡൻ ബ്രേക്ക് ഇട്ടു. കാറുകാരൻ അവിടെ നിർത്തിയിട്ട് ആൾ അപ്പം തന്നെ വണ്ടി എടുത്ത് പോവുകയും ചെയ്തു. കാനയിൽ നിന്ന് കോരിയ മാലിന്യവും മണ്ണും റോഡരികിൽ ഉപേക്ഷിച്ചതായി ആക്ഷേപം. ആൽത്തറ പനന്തറ റോഡരികിലാണ് കാനയിൽ നിന്ന് മാലിന്യവും മണ്ണും പുറത്തെടുത്ത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ ഉപേക്ഷിച്ച് പോയത്. പുഴിക്കള സ്വബഹ മസ്ജിദ് മുതൽ കടിക്കാട് സെന്റർ വരെയുള്ള ഭാഗങ്ങളിലാണ് ശുചീകരണത്തിന്റെ പേരിൽ മാലിന്യവും മണ്ണും കാനയിൽ നിന്ന് കോരി റോഡിൽ അലക്ഷ്യമായിട്ടത്. മാലിന്യത്തോടൊപ്പം കുപ്പിച്ചില്ലുകളും ഉള്ളതിനാൽ യാത്രക്കാരുടെ കാലിലും വാഹനങ്ങളുടെ ടയറുകളിലും തറച്ച് അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. മഴക്കാല ശുചീകരണത്തിന്റെ ഭാഗമായിട്ടാണ് കാന വൃത്തിയാക്കിയത്. മാലിന്യം കലർന്ന മണ്ണ് റോഡരികിൽ ഇട്ടതോടെ ചെളിവെള്ളം റോഡിൽ കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ്. മാത്രമല്ല മഴ പെയ്തതോടെ കൂട്ടിയിട്ട മണ്ണ് കാനയിലേക്ക് ഒലിച്ചിറങ്ങുന്നുമുണ്ട്. പൊതുസ്ഥലത്ത് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്ന അധികൃതർ തന്നെ മാലിന്യം റോഡിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത് പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രശസ്ത പിന്നണി ഗായിക എസ് ജാനകിയുടെ വിയോഗത്തിൽ യുവഗായിക VS കൃഷ്ണ സംഗീതാഞ്ജലി അർപ്പിച്ചു. ജാനകിയമ്മ അനശ്വരമാക്കിയ ഗാനങ്ങൾ ആലപിച്ചാണ് കൃഷ്ണ തന്റെ പ്രിയ ഗായികയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചത്. ജാനകിയമ്മയുടെ ഗാനങ്ങൾ കേട്ടും പാടിയും വളർന്ന പുതുതലമുറയിലെ ഗായികയായ കൃഷ്ണയുടെ ആലാപനം സംഗീതാസ്വാദകരുടെ ഹൃദയത്തെ സ്പർശിച്ചു. ഗുരുപാരമ്പര്യത്തോടുള്ള ആദരവും മുൻതലമുറ കലാകാരന്മാരോടുള്ള ബഹുമാനവും പ്രകടമാക്കുന്നതായിരുന്നു സംഗീത സമർപ്പണം. വിഷുക്കണി, തകര, രാഗം, പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്നീ ചിത്രങ്ങളിലെ ജാനകിയമ്മ അനശ്വരമാക്കിയ ഗാനങ്ങൾ ആലപിച്ചാണ് കൃഷ്ണ സംഗീതാഞ്ജലി അർപ്പിച്ചത്. സാമൂഹ്യ മാധ്യമങ്ങളുടെ പങ്കുവച്ച ഈ സംഗീത സമർപ്പണം സംഗീത പ്രേമികളുടെ മനം കവർന്നു. പാലക്കാട് ജില്ലയിലെ കൂറ്റനാട് സ്വദേശിനിയായ VS കൃഷ്ണ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 4 ഫൈനലിസ്റ്റും ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ 2025 സംഗീത മത്സരത്തിലെ ഫൈനലിസ്റ്റുമാണ്. കല്ലമ്പുറം ക്രിസ്ത്യൻ കോപ്പറേറ്റീവ് ഫെലോഷിപ്പിന്റെ 21ാമത് വാർഷികാഘോഷവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. വർഗീസ് മെമ്മോറിയൽ കോൺഫറൻസ് ഹാളിൽ പ്രസിഡന്റ് റെന്നി ചെറുവത്തൂർ പതാക ഉയർത്തി നവീകരിച്ച ഓഫീസ് മുഖമണ്ഡപത്തിന്റെ ഉദ്ഘാടനവും ശിലാഫലകം അനാച്ഛാദനവും VK രാജൻ നിർവഹിച്ചു. കുടുംബസംഗമം സീനിയർ അംഗം VM കൊച്ചു നിലവിളക്കിൽ തിരിതെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. SSLC +2, ഡിഗ്രി, PG, പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിശിഷ്ട വ്യക്തികളെയും വിവാഹജീവിതത്തിൽ 25 വർഷം പൂർത്തിയാക്കിയവരെയും 60, 70, 80 വയസ്സ് പൂർത്തീകരിച്ച അംഗങ്ങളെയും ആദരിച്ചു. സൈമൺ വൈദ്യർ സാറാമ സൈമൺ സ്മാരക എൻഡോമെന്റ് അവാർഡുകൾ വിതരണം ചെയ്തു. കുടുംബജീവിതം എന്ന വിഷയത്തിൽ PC തോംസൺ മാസ്റ്റർ ക്ലാസ് നയിച്ചു. വാർഷികത്തിനെത്തിയ ഭാഗ്യശാലികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി. സ്നേഹവിരുന്നും ഉണ്ടായി. ചടങ്ങിൽ പ്രസിഡന്റ് റെന്നി ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. വൈദികരായ ഫാദർ വർഗീസ് വാഴപ്പള്ളി, അബ്രഹാം യാക്കോബ്, പൂവത്തുമണ്ണിൽ, അഫ്രേം അന്തിക്കാട് എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സെക്രട്ടറി സിജു ചുമാർ, ട്രഷറർ ബിജു താരുക്കുട്ടി, റിലീഫ് കൺവീനർ ജോസ് വൈദ്യർ, വൈസ് പ്രസിഡന്റ് IG പുലിക്കോടൻ എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റ് റെന്നി ചെറുവത്തൂർ, സെക്രട്ടറി സിജു ചുമാർ, ട്രഷറർ ബിജു താരുക്കുട്ടി, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. മറ്റം KCYM യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പതാക ദിനം ആചരിച്ചു. കേരള കത്തോലിക്ക യുവജന പ്രസ്ഥാനമായ KCYM സംഘടനയുടെ പതാക ദിനം മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ ആചരിച്ചു. ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് സാളൂർ പതാക ഉയർത്തി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. KCYM മറ്റം യൂണിറ്റ് പ്രസിഡന്റ് അലക്സ് ജോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന സെനറ്റ് മെമ്പർ റോസ്മിൻ പോൾ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സഹവികാരി ഫാദർ ജിയോ വേലുക്കാരൻ, ഡീക്കൻ മിബിൻ കീറ്റിക്കൽ, KCYM സെക്രട്ടറി ഐജിൻ ജോയ് എന്നിവർ സംസാരിച്ചു. പരിപാടികൾക്ക് KCYM ഭാരവാഹികളായ നിജിൽ ജോസ്, ആഗ്നൽ ആന്റണി, സ്നേഹ ഷാജു എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം വൈസ്മെൻ ക്ലബിന്റെ 2026-2027 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് വർഗീസ് ജോൺ അധ്യക്ഷത വഹിച്ചു. മുൻ റീജിയൻ ഡയറക്ടർ ജോൺസൺ C പടിഞ്ഞാത്തിന്റെ നേതൃത്വത്തിലാണ് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നത്. ജബീന വർഗീസ് പ്രസിഡന്റ്, റിയ C ജോയ് സെക്രട്ടറി, സാം PK ട്രഷറർ എന്നിവർ പുതിയ ഭാരവാഹികളായി ചുമതലയേറ്റു.
കൊച്ചിയിൽ നടന്ന മിസ് യൂണിവേഴ്സ് ഇന്ത്യ മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ കുന്നംകുളം സ്വദേശി മാളവിക ആർ ദേവിനെ പൊന്നാടയണിയിച്ച് മൊമന്റോ നൽകി ആദരിച്ചു. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ചടങ്ങിൽ നടന്നു. പുതിയ വർഷത്തെ സർവീസ് പ്രൊജക്ടിന്റെ ഉദ്ഘാടനം ഡിസ്ട്രിക്ട് ഗവർണർ VK ഡെന്നി നിർവഹിച്ചു. കുന്നംകുളം ചൈതന്യ സ്പെഷ്യൽ സ്കൂളിന് ധനസഹായം കൈമാറി. സെക്രട്ടറി ഗിൽബർട്ട് S. പാറമേൽ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചൈതന്യ സ്പെഷ്യൽ സ്കൂൾ സെക്രട്ടറി രാംദാസ്, മുൻ റീജിയൻ ഡയറക്ടർ PI അനിൽ, ലഫ്റ്റനന്റ് റീജിയൻ ഡയറക്ടർ ഷൈജൻ C. ജോബ്, റോട്ടറി ക്ലബ്ബ് പ്രതിനിധി ബാലൻ K, കൊമേഴ്സ് സർക്കിൾ പ്രസിഡന്റ് സക്കറിയ ചീരൻ, കുന്നംകുളം റോയൽസ് വൈസ്മാൻ ക്ലബ്ബ് സെക്രട്ടറി ജീസൺ CS, CK അപ്പുമോൻ, പുതിയ സെക്രട്ടറി റിയ C. ജോയ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മുൻ റീജിയൻ ഡയറക്ടർ വർഗീസ് ചെറി സ്വാഗതവും നെൽസൺ PI നന്ദിയും പറഞ്ഞു. എഴുത്തുകാരൻ ഫൈസൽ മന്ദലാങ്കുന്നിന്റെ ചെറൂക്ക് എന്ന കഥാസമാഹാരത്തിന്റെ കവർ പ്രകാശനം സോഷ്യൽ മീഡിയ വഴി നിർവഹിച്ചു. മലയാള സാഹിത്യരംഗത്തെ പ്രമുഖരായ PK പാറക്കടവ്, സൈനുദ്ദീൻ പുന്നിയൂർക്കുളം, അക്ബർ അണ്ടത്തോട്, മനോജ് കുമാർ മുംബൈ, സാക്കിർ സാക്കി, ദിനേശ് ചൊവ്വാണ, കയ്യുമു കോട്ടപ്പടി തുടങ്ങിയവർ പങ്കെടുത്തു. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളുടെ ഭാഗമായി അൻസാർ സ്പ്രൗട്ട്സ് പ്രീ സ്കൂളിൽ ഫുട്ബോൾ ലഹരിയുമായി കുരുന്നുകൾ ഒത്തുചേർന്നു. പ്രമുഖ അന്താരാഷ്ട്ര ഫുട്ബോൾ ടീമുകളുടെ ജേഴ്സി അണിഞ്ഞ് തങ്ങളുടെ പ്രിയപ്പെട്ട ടീമുകളെ അനുകരിച്ചാണ് കുട്ടിപ്പട്ടാളം സ്കൂളിലെത്തിയത്. ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം അൻസാർ സ്കൂൾ ഡയറക്ടർ നജീബ് മുഹമ്മദ് നിർവഹിച്ചു. ചടങ്ങിൽ പ്രിൻസിപ്പൽ ഇൻചാർജ് സാജിദ റസാഖ്, വൈസ് പ്രിൻസിപ്പൽ ഫരീദ എന്നിവർ സംസാരിച്ചു. ജൂനിയർ പ്രിൻസിപ്പൽമാരായ നിമ്മി MK, ബബിത ഉണ്ണികൃഷ്ണൻ, AGP സജ്ന എന്നിവർ പങ്കെടുത്തു. കായിക അധ്യാപകരായ അർജുൻ, ഷൈബിൻ, ബിജിന എന്നിവരാണ് കുട്ടികളുടെ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഫിഫ വേൾഡ് കപ്പ് ഗാനത്തിനൊപ്പം ചുവടുവെച്ചും ഫുട്ബോൾ കിക്ക് ചെയ്തും തങ്ങളുടെ കായികക്ഷമത പ്രകടിപ്പിച്ചും കുരുന്നുകൾ ആവേശം തീർത്തു. യുവ സംരംഭകർക്ക് നിക്ഷേപം, മെന്ററിംഗ്, വ്യവസായ ബന്ധങ്ങൾ, തൊഴിൽ സാധ്യതകൾ എന്നിവ ഒരേ വേദിയിൽ ലഭ്യമാക്കാനായി റോയൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ സ്റ്റാർട്ടപ്പ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. റോയൽ എഞ്ചിനീയറിംഗ് കോളേജും ധ്രുവ് 360 ഡിഗ്രിയുടെയും സഹകരണത്തോടെ ജൂലൈ 15 ബുധനാഴ്ച രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ നടക്കുന്ന കോൺക്ലേവിൽ ഏകദേശം 25 ലക്ഷം രൂപ വരെ സ്റ്റാർട്ടപ്പ് ഫണ്ടിംഗ് മികച്ച സംരംഭക ആശയങ്ങൾക്കായി പരിഗണിക്കും. പുതുമയാർന്ന ബിസിനസ് ആശയങ്ങളുള്ള വിദ്യാർത്ഥികൾക്കും യുവ സംരംഭകർക്കും നിക്ഷേപകരുമായി നേരിട്ട് ആശയവിനിമയം നടത്താനും അവരുടെ സംരംഭങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശവും പിന്തുണ തേടാനും അവസരം ലഭിക്കും. സ്റ്റാർട്ടപ്പ് മേഖലയിലെ പ്രമുഖരായ ഇമ്മാനുവൽ വർഗീസ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് CA സാജു ബാലകൃഷ്ണൻ, PC ഹരികുമാർ, കൃപ B. നായർ, മനോജ് തോമസ് എന്നിവർ പാനൽ ചർച്ചയിൽ പങ്കെടുക്കും. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നൊവേഷൻ കൗൺസിൽ സ്റ്റാർട്ടപ്പ് കോർഡിനേറ്റർ ഡോക്ടർ അമൽ തോമസ് K, കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ റോഷ്മിൻ റിസ്വാൻ, പ്ലേസ്മെന്റ് കോർഡിനേറ്റർ M. അനൂപ് കുമാർ, വിദ്യാർത്ഥി കോർഡിനേറ്റർമാരായ നിഹാൽ ഷാസ്, ഐഷ ഷഫീഖ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സ്ഥിരോത്സാഹത്തിന് തിളക്കമാർന്ന അംഗീകാരം. 1ാം റാങ്ക് തിളക്കത്തോടെ നാടിന് അഭിമാനമായി റീം നൌഷാദ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ തിരുവനന്തപുരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് കോളേജിൽ നിന്ന് MSc ഓഡിയോളജി പരീക്ഷ 1ാം റാങ്കോടെ വിജയിച്ചാണ് പാടൂർ സ്വദേശിനി റീം നൌഷാദ് നാടിന് അഭിമാനമായി മാറിയത്. പാടൂർ പുളിപ്പറമ്പിൽ നൌഷാദ് മൂസയുടെയും ഷാബിറ നൌഷാദിന്റെയും 3 മക്കളിൽ മൂത്ത മകളാണ് റീം. 4 വർഷ കോഴ്സായ BScക്ക് ശേഷമാണ് റീം MSc ഓഡിയോളജി പഠനത്തിന് ചേർന്നത്. ജന്മന കേൾവിശക്തിയില്ലാത്ത കുട്ടികളുടെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറിയിലെ മെഷർമെന്റ്, സ്വിച്ച് ഓൺ, പ്രോഗ്രാമിംഗ് തുടങ്ങി ഓഡിയോളജിയിൽ മാസ്റ്റർ ബിരുദം എടുത്തവരുടെ സേവനം സമൂഹത്തിന് വളരെ വിലപ്പെട്ടതാണ്. മാതാപിതാക്കളുടെയും കുടുംബക്കാരുടെയും അധ്യാപകരുടെയും നിസ്സീമമായ പ്രോത്സാഹനമാണ് വലിയ നേട്ടത്തിന് പിന്നിലെന്ന് റീം പറഞ്ഞു. എഡ്യൂക്കേഷൻ എനിക്ക് എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ ടെൻഷനോ റെസ്പോൺസിബിലിറ്റി ഒന്നും ഇല്ല. എനിക്ക് ഫുള്ളി പഠനം മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അത് വലിയൊരു പ്രിവിലേജാണ്. എൻ്റെ ഹാർഡ് വർക്ക് മാത്രമല്ല, അവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട് ഇതിൽ. പിന്നെ എനിക്കിനി ഓഡിയോളജിയിൽ PhD എടുത്തിട്ട് ഒരു പ്രൊഫസർ ആവാനാണ് ആഗ്രഹം. ഉപ്പ നൌഷാദ് അബുദാബിയിൽ ഓയിൽ കമ്പനിയിൽ സെയിൽസ് മാനേജറാണ്. മാതാവ് ഷാബിറ വീട്ടമ്മയാണ്. ഒഴിവു സമയങ്ങളിൽ വായനയാണ് റീം നൌഷാദിന്റെ ഇഷ്ടവിനോദം. നിരവധി പുസ്തകങ്ങളും വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. റാങ്കിന്റെ തിളക്കത്തോടെ നാടിനാകെ അഭിമാനമായി മാറിയ റീമിന്റെ ആഗ്രഹം തുടർന്ന് ഈ വിഷയത്തിൽ തന്നെ PhD ചെയ്ത് മുന്നോട്ടു പോകണമെന്നാണ്. PhDക്ക് വേണ്ടി മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുകയാണ് ഈ മിടുക്കി.
പുത്തൻകടപ്പുറം GFUP സ്കൂളിൽ മലാല ദിനം ആചരിച്ചു. കുട്ടികൾ മലാലയുടെ വേഷമണിഞ്ഞും വിദ്യാഭ്യാസത്തിനും മനുഷ്യാവകാശങ്ങൾക്കുമായി പോരാടാനുള്ള പ്രതിജ്ഞ ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപിക PK റംല, കോർഡിനേറ്റർ SK പ്രിയ, CJ ജിൻസി, AS സന്ധ്യ, MK സലീം തുടങ്ങിയവർ പങ്കെടുത്തു. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും മനുഷ്യാവകാശങ്ങൾക്കുമായി പോരാടുന്ന നോബൽ സമ്മാന ജേതാവ് മലാല യൂസഫ് സായിയുടെ ജന്മദിനമായ ജൂലൈ 12 മലാല ദിനമായി ആചരിക്കുന്നത്. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിലെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് തീരദേശ ജനകീയ സംഗമം നടത്തി. ബസ് യാത്ര ആശ്രയിക്കുന്ന വിദ്യാർത്ഥികളും സ്ത്രീകളും കുട്ടികളും മുതിർന്ന പൗരന്മാരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാത്രാ ദുരിതം പരിഹരിക്കുക, തീരദേശ ഹൈവേയുടെ ഭൂമി ഏറ്റെടുക്കലും നഷ്ടപരിഹാരം നൽകലും ത്വരിതഗതിയിലാക്കുക, പുനരധിവാസം ആരംഭിക്കുക, തീരദേശ മേഖലയിൽ പട്ടയങ്ങൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സംഗമം. മുജീബ് പടിഞ്ഞാറയിൽ, ആലത്തിയിൽ മൊയ്തുണ്ണി, VK അഷ്റഫ്, A ബാദുഷ, PM ഹസൻ കോയ, സൗദ, നുസൈബ, ഷമീറ എന്നിവർ പങ്കെടുത്തു. പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്യാസ്യോസ് രണ്ടാം തിരുമേനിയുടെ നാമധേയത്തിൽ സ്ഥാപിതമായ കുന്നംകുളം MJD സ്കൂളിൽ തിരുമേനിയുടെ ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനം നടത്തി. സ്കൂൾ അസംബ്ലിയിൽ ചേർന്ന യോഗത്തിൽ ഹെഡ്മാസ്റ്റർ PG ബിജു അധ്യക്ഷനായി. സ്കൂൾ മാനേജറും സെന്റ് ലാസറസ് പഴയ പള്ളി വികാരിയുമായ ഫാദർ ജോൺ ഐസക് അനുസ്മരണ പ്രഭാഷണം നടത്തി. വിദ്യാർത്ഥികൾക്കായി മധുര പലഹാര വിതരണവും നടത്തി. പേട്രൺസ് ദിനം സമുചിതമായി ആഘോഷിക്കുകയും ചെയ്തു. സമരത്തിന്റെ മറവിൽ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയെ തകർക്കാനും അതിരൂപതയെയും അതിരൂപത അധ്യക്ഷനെയും അവഹേളിക്കാനുള്ള സഭാവിരുദ്ധ ശക്തികളുടെ ശ്രമങ്ങൾക്കെതിരെ കുനുമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ദേവാലയത്തിൽ പ്രതിഷേധ ദിനം സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജെയ്സൺ മാറോക്കി ഉദ്ഘാടനം ചെയ്തു. പ്രതിനിധി യോഗം സെക്രട്ടറി അഡ്വക്കേറ്റ് സോജൻ ജോബ് വിശദീകരണം നടത്തി. ട്രസ്റ്റിമാരായ MK റജി, അൽഫോൺസ് മുട്ടത്ത്, ജോഷി വർഗീസ്, KV ജോയ്, കുടുംബ സമ്മേളന കേന്ദ്ര സമിതി പ്രസിഡന്റ് AJ ജോൺസൺ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. കുന്നംകുളം റോട്ടറി ക്ലബിന്റെ 2026-2027 വർഷത്തെ ഭാരവാഹി സ്ഥാനാരോഹണവും പാലിയേറ്റീവ് കെയർ ഉപകരണ ബാങ്ക് പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു. ഡിസ്ട്രിക്ട് ഗവർണർ നോമിനി ഡോക്ടർ CM രാധാകൃഷ്ണൻ വടക്കേക്കാട് അഭയം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് വീൽചെയർ കൈമാറി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അഭയം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ചെയർപേഴ്സൺ മൈമുന ഹംസ വീൽചെയർ ഏറ്റുവാങ്ങി. കിടപ്പ് രോഗികൾക്കും പാലിയേറ്റീവ് പരിചരണം ആവശ്യമുള്ളവർക്കും വീൽചെയർ, വാക്കർ, കമ്മോഡ് ചെയർ, എയർ ബെഡ് തുടങ്ങിയ ഉപകരണങ്ങൾ സൗജന്യമായോ നാമമാത്ര നിരക്കിലോ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് റോട്ടറി ക്ലബ്ബ് പദ്ധതി ആരംഭിച്ചത്. ചടങ്ങിൽ ഡോക്ടർ PS ഷാജി ക്ലബിന്റെ പ്രസിഡന്റായും PK മുഹമ്മദ് സെക്രട്ടറിയായും ഗിൽബർട്ട് S പാറമേൽ ട്രഷററായും സ്ഥാനമേറ്റു. പുതിയ ഭരണസമിതിയിലെ മറ്റ് ഭാരവാഹികളും ചടങ്ങിൽ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു. തൃശൂർ ജില്ലാ ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് എംപ്ലോയീസ് യൂണിയൻ CITU അരിമ്പൂർ മേഖലാ സമ്മേളനം നടന്നു. അരിമ്പൂർ പഞ്ചായത്ത് കുടുംബശ്രീ ഹാളിൽ നടന്ന സമ്മേളനം യൂണിയൻ മണലൂർ ഏരിയ സെക്രട്ടറി PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. KC ഷിബു അധ്യക്ഷനായി. KM ഗോപിദാസൻ, K രാഗേഷ്, VP സുരേഷ്, NC സതീഷ്, KV സുമേഷ് എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി KC ഷിബു പ്രസിഡന്റ്, NC സതീഷ് സെക്രട്ടറി, ഓമന അശോകൻ ട്രഷറർ എന്നിവർ അടങ്ങുന്ന 17 അംഗ മേഖലാ കമ്മിറ്റിയെ സമ്മേളനം തെരഞ്ഞെടുത്തു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,100 രൂപ, സ്വർണം പവന് 1,04,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 240 രൂപ. ചർമ്മം പുന്നൂർക്കുളം ചെറായി വെളുത്തിശ്ശേരി നുണ്ണങ്ങാട്ട് കേശവമേനോൻ നിര്യാതനായി. 74 വയസ്സായിരുന്നു. പള്ളിപ്പുറം പള്ളിയാൽ കളത്തിൽ രത്നം ഭാര്യയാണ്. രാധിക മേനോൻ, ലക്ഷ്മി മേനോൻ എന്നിവർ മക്കളാണ്. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. കുന്നംകുളം കോട്ടയിൽ റോഡിൽ കൊള്ളന്നൂർ വറുതപ്പൻ ഭാര്യ സെലീന നിര്യാതയായി. 74 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് പള്ളി സെമിത്തേരിയിൽ നടക്കും. കിഷോർ, ലീന, സീന എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. നാടിനെ നടുക്കി പഴഞ്ഞി അരുവായിൽ കൂട്ട ആത്മഹത്യാ ശ്രമം. അച്ഛനും മകളും മരിച്ചു. അമ്മയും മകനും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ. അരുവായി പത്തങ്ങാടി റോഡ് മടിക്കനായ്ക്കൽ സിബി, മകൾ അലീന എന്നിവരാണ് മരിച്ചത്. സിബിയുടെ ഭാര്യ ബീന, മകൻ ആദിത്യൻ എന്നിവർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ. വരവൂർ തളി പിലാക്കാട് കുളത്തിൽ വീണ് പെൺകുട്ടി മരിച്ചു. 2 പേരെ രക്ഷപ്പെടുത്തി. ദേശമംഗലം വറവട്ടൂർ വരമംഗലത്ത് വീട്ടിൽ നാസർ മകൾ 19 വയസ്സുള്ള ഹസനയാണ് മരിച്ചത്.
ചാവക്കാട് ബ്ലാങ്ങാട് കവർച്ച 5.5 പവൻ ആഭരണങ്ങളും പണവും കവർന്നു. ബ്ലാങ്ങാട് ജുമാത്ത് പള്ളിക്കടുത്ത് പള്ളത്ത് മനക്കൽ അബ്ദുൽ കരീമിന്റെ വീട് കുത്തി തുറന്നാണ് കവർച്ച നടന്നത്. പോലീസ് അന്വേഷണം തുടങ്ങി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.